3 നിറങ്ങളിൽ ചട്നി ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. 1 തക്കാളി ചട്നി, 2 തേങ്ങാ ചട്നി, 3 പുതിന ഇല ചട്നി. ആദ്യം തക്കാളി ചട്നി ഉണ്ടാക്കുന്ന വിധമാണ്. ഇതിനായി നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലെണ്ണ ഒരു പാനിലിട്ട് ചൂടാകുമ്പോൾ 1/2 ഇഞ്ച് ഇഞ്ചി, 5-6 വെളുത്തുള്ളി അല്ലി, 2 വലിയ ഉള്ളി അരിഞ്ഞത് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് 2 തക്കാളി അരിഞ്ഞതും ചേർക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളകിൻ്റെ ഫ്ലേക്സ് ആണ് ചേർത്തിരിക്കുന്നത്. ചുവന്ന മുളകായിട്ടും നമുക്ക് ചേർക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം അത് തണുക്കാൻ വെച്ച് നന്നായി അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇത് നന്നായി വെന്തതായതുകൊണ്ട് നമുക്ക് വീണ്ടും വഴറ്റേണ്ട ആവശ്യമില്ല. അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങാ ചട്നി ഉണ്ടാക്കാനായിട്ട് മിക്സിയിലേക്ക് നമ്മൾ 1 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരൽപ്പം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ ചേർത്ത് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ഈ അരപ്പൊന്നിട്ട് ചൂടാക്കിയെടുക്കാം. തിളച്ച് പോകണ്ട, ഒരുവിധം തിളയ്ക്കുന്ന അളവിലേക്ക് ചൂടാക്കി നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. പുതിന ചട്നി ഉണ്ടാക്കുന്ന വിധമാണ് അടുത്തത്. ഇതിനായി 1/2 ടീസ്പൂൺ പുളി, 1 പച്ചമുളക്, 2 ചുവന്നുള്ളി, ഒരൽപ്പം ഇഞ്ചി, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് പുതിന ഇല വൃത്തിയാക്കിയത്, 1/4 കപ്പ് തേങ്ങ ചിരകിയതുമിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഈ ചട്നി നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പുതിന ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഡലിയോ ദോശയോ വിളമ്പിയിട്ട് അതിലേക്ക് ഈ 3 കളർ ചട്നിയും ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയും സ്വാദും ഗുണവുമുള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.